+2 പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി ഏത് ഡിഗ്രി എടുക്കണമെന്നറിയില്ല. അനുയോജ്യമായ ഒരു ഡിഗ്രി കോഴ്സ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ അറിയാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതെ, ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ നിങ്ങൾക്കും അനുയോജ്യമായ ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തി എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിഞ്ഞും നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാം. അപ്പൊ സമയം കളയണ്ട, ഇപ്പൊ തന്നെ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യും. ഹായ് എവ്രിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമിസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും എല്ലാവരും. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ വരുന്ന ഒരു പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പർ. ഈ ഒരു പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡന്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട, ബാസിന്റെ ഡി ഫൗണ്ടേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തികച്ചും സൗജന്യമാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ വരുന്ന പേപ്പറാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പർ. ഈ ഒരു പേപ്പറിൽ നമുക്ക് മെയിനായിട്ടും അതിൽ 70 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. 3 മണിക്കൂറാണ് എക്സാം വരുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് എത്ര മണിക്കൂറാണ് അല്ലെങ്കിൽ എത്ര മാർക്കാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. ആ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടും ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയുടെ കേസിൽ പറയുകയാണെങ്കിൽ സെക്ഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതായത് A, B, C, D എന്നുള്ള രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സെക്ഷൻ എയിൽ നമുക്ക് 15 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം വൺ വേർഡ് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 15 ക്വസ്റ്റ്യൻ ടോട്ടൽ ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ ഏതെങ്കിലും 10 എണ്ണം മാത്രം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണെന്ന് കരുതിയിട്ട് ആരും തന്നെ അത് സ്കിപ്പ് ചെയ്ത് കളയരുത്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ, എല്ലാ പോർഷൻസും കവർ ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ തന്നെ ആൻസർ എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം പ്രത്യേകം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വൺ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യാതെ എല്ലാ പോർഷൻസും കവർ ചെയ്ത് തന്നെ പഠിക്കുക. ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്തിട്ട് അറിയാവുന്നതിന് ആൻസേഴ്സ് മാത്രം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. വൺ വേർഡ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടി എഴുതേണ്ട കാര്യമില്ല. അത്യാവശ്യം പോയിന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിലും നമുക്ക് 15 ക്വസ്റ്റ്യൻ ആണ് വരാറുള്ളത്. ആ 15 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 10 ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. 2 മാർക്ക് വീതമാണ് ഉണ്ടായിരിക്കുക. അത്യാവശ്യം പോയിന്റും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു 2 മാർക്കിനുള്ള ആൻസർ എഴുതുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു വൺ വേർഡ് ആണെങ്കിലും അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് സെക്ഷൻ സി ആണ്. ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഈ ഒരു സെക്ഷൻ സിയിൽ. അതിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. അറിയാവുന്നത് ക്വസ്റ്റ്യൻ ഏതാണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ആൻസേഴ്സ് റിട്ടേൺ ചെയ്യുക. 4 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഒരാൾക്ക് അറിയാൻ പറ്റും എത്ര എഴുതിയാലാണ് നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ ആൻസേഴ്സ് ഒക്കെ റിട്ടേൺ ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയിന്റ് വൈസ് ചെയ്യുക. അതായത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അത് പെൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പെന്ന് വെച്ചിട്ടോ, അതായത് റെഡിങ്ങും ഗ്രീനിങ്ങും ഒന്നും യൂസ് ചെയ്യാതെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ പെൻസിൽ, ഈ ഒരു രൂപത്തിൽ വേണം നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സാംസ് എഴുതാനായിട്ട്. അപ്പം പെന്നൊക്കെ യൂസ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് കരുതിയിട്ട് കുറച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് കിട്ടില്ല. എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയെങ്കിൽ മാത്രമേ ആ ഒരു 4 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് സെക്ഷൻ ഡി ആണ്. സെക്ഷൻ ഡിയിൽ ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇത് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാവുന്നതിന് മാത്രം ആൻസേഴ്സ് എഴുതാം. നമുക്ക് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ 10 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന് വരുന്നത്. 10 മാർക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു 10 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതായത് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും,
പിന്നെ കണ്ടന്റ് ആണ്, പിന്നെ വരുന്നത് കൺക്ലൂഷൻ ആണ്. അപ്പം ഇൻട്രൊഡക്ഷനിലും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ കണ്ടന്റിലേക്കും അതുപോലെ തന്നെ കൺക്ലൂഷനൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ഒരു 2 പേജെങ്കിലും ആൻസേഴ്സ് എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പോയിന്റും അതുപോലെ അതിന്റെ ഫംഗ്ഷൻസും അല്ലെങ്കിൽ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം ഏതൊരു കാര്യം പഠിക്കുമ്പോഴും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക അല്ലെങ്കിൽ എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ റിവിഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു പേപ്പേഴ്സ് ആണ് ഇത്തരത്തിലുള്ള പേപ്പേഴ്സൊക്കെ. അതായത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു പേപ്പർ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ വീഡിയോ കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചെക്ക് ചെയ്യാം. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്